ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ LDC പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ എഴുതിയവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. GK ഭാഗത്തു നിന്നും അത്യാവശ്യം നല്ല ആവറേജ് നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ മാത്സ് കുഴപ്പമില്ലാതെ ഒക്കെ നല്ലപോലെ ഒരുവിധമെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഭാഗമായിരുന്നു. മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഇന്ന് നടന്ന LDC എക്സാമിൻ്റെ തിരുവനന്തപുരം ജില്ലയുടെ LDC എക്സാമിൻ്റെ മലയാളവും ഇംഗ്ലീഷിൻ്റെ ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ദി ടൂർ ആരാണ്? ഡേഷ് അറൈവ്ഡ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഹേസ് ആണ്. എന്താണ് റൂൾ? എന്തോന്നാണ്? എലോങ് വിത്ത്. വിത്ത് എലോങ് വിത്ത് ഒക്കെ വരുമ്പം ആദ്യത്തെ സബ്ജക്റ്റ് എടുക്കുന്നത് ദ ടൂറിസ്റ്റ് ആണ്. അവിടെ സിംഗുലർ ആണ്. അപ്പോൾ ഹേസ് വരും. ഓപ്ഷൻ എ ആണ്. അടുത്താണ് ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. എന്താണ്? ഓപ്ഷൻ സി. ലെറ്റ്സ് വന്നാൽ ഷാൾ ബി. ഓപ്ഷൻ സി ആണ്. അടുത്താണ് 83ാമത്തെ ചോദ്യം, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാനാണ്. ഹി സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിൻ. എന്താണ് ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഹി സേസ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഹി സേസ് ദാറ്റ് ആണ്. എന്താണ് ഇവിടുത്തെ റൂൾ? എന്താണ്? റിപ്പോർട്ടിംഗ് വെർബ് സേസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ടെൻസ് മാറ്റേണ്ട കാര്യമില്ല. അപ്പം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 84ാമത്തെ ചോദ്യം, ഇഫ് ഐ ഹാഡ് മണി, ഐ ഡാഷ് ദി പുവർ. ഏതാണ്? ഐ വുഡ് ഹെൽപ്ഡ് ആണ്. ഓപ്ഷൻ സി ആണ്. ഐ വുഡ് ഹെൽപ്ഡ് ആണ്. ഇത് ചിലവരെങ്കിലും എന്താണ് വുഡ് ഹാവ് പ്ലസ് ഹെൽപ്ഡ് അടിച്ച് വെക്കാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്? ഇവിടുത്തെ റൂൾ എന്താണ്? ഹാഡ് പ്ലസ് V3 വന്നാലേ വുഡ് ഹാവ് പ്ലസ് വരും. അപ്പോൾ ഇവിടെ ഹാഡ് പ്ലസ് V3 ഇല്ല. ഹാഡ് പ്ലസ് വെറും ഹാഡാണ്. അപ്പം ഓപ്ഷൻ സി ആണ്, വുഡ് ഹെൽപ്ഡ് എന്നാണ്. ചിലവരെങ്കിലും വുഡ് ഹാവ് ഹെൽപ്ഡ് എന്നടിക്കും, തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ് ചിലവരെങ്കിലും. ഇഫ് ഐ ഹാഡ് പ്ലസ് V3 വന്നാലേ വുഡ് ഹാവ് പ്ലസ് V3 വരാൻ സാധ്യതയുള്ളൂ. അടുത്ത ചോദ്യമാണ്, ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദി ചൈൽഡ്. ദ ഡോൾ ബിലോങ്സ് ഓപ്ഷൻ ബി ആണ്. ടു ദി ചൈൽഡ്. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ഡേഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് ഏതാണ്? സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. വഴക്കിനുള്ള കാരണം. 88ാമത്തെ ചോദ്യം, ദ ഡേഷ് ഓഫ് വൂൾസ് ഹോൾഡ് അറ്റ് ദി മൂൺ. ഏതാണ്? വൂൾസിൻ്റെ അത് പാക്ക് ഓഫ്. പാക്കാണ്. പാക്ക് ഓഫ് അതിൻ്റെ ഗ്രൂപ്പിനെ, വൂൾസിൻ്റെ ഗ്രൂപ്പിനെ പറയാനാണ് പാക്ക്. അടുത്താണ് ഐഡൻറ്റിഫൈ ദി സിനോണിം ഓഫ് അമൻഡ്മെൻറ്റ്. ഇതൊക്കെ എല്ലാവരും അടിച്ച് കാണും. എന്താണ് അമൻഡ്മെൻറ്റ്? അർത്ഥം എന്താണ്? നമ്മുടെ ഭരണഘടനയൊക്കെ അമൻഡ്മെൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ മോഡിഫൈ ചെയ്യണം. ഓപ്ഷൻ സി ആണ്. മോഡിഫിക്കേഷൻ ആണ്. സിനോണിമാണ് കേട്ടിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദി ആൻറ്റണിമ ഓഫ് ഡെഫിസിറ്റ്. എന്താണ്? കമ്മിയുടെ ഓപ്പോസിറ്റ് സർപ്ലസ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളമുള്ളത്. മിച്ചം വരുന്ന അവസ്ഥ. സർപ്ലസ്. ഡെഫിസിറ്റ് എന്നാണ് കമ്മി. നമ്മുടെ മലയാള ചോദ്യമാണ്. മലയാളത്തിലെ 10 ചോദ്യങ്ങളുണ്ടായിരുന്നു. അനപദ്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഏതാണ്? അനപത്യൻ എന്താ? സന്തതി ഇല്ലാത്തവൻ. ഓപ്ഷൻ എ ആണ്. സന്തതി ഇല്ലാത്തവൻ. ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യമാണ്, താഴെ പറയുന്നതിൽ ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കവയിത്രിയാണ്. ഓപ്ഷൻ ഡി കവയിത്രിയാണ്. 93ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ സല്ലിംഗ ബഹുവചനം ഏതാണ്? സല്ലിംഗ ബഹുവചനം ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. പുരുഷന്മാർ. 94, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ചുരുക്കി പറയുക. പിന്നാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ച് എഴുതുമ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പിന്നാണത്തിൻ്റെ വർണ്ണം പുട്ട് ഔട്ട് എന്ന ശൈലി അണയ്ക്കുക അറിയായിരിക്കും. 97ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവർ ദ്രൗണി ആരാണ്? ദ്രൗണി നമ്മുടെ ആരാണ്? ഓപ്ഷൻ ബി ആണ്. അശ്വത്ഥാത്മാവിനെയാണ് ദ്രൗണി എന്ന് പറയുന്നത്. അത് ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുമ്പോൾ ഓപ്ഷൻ എ ആണ്. ചിൻ പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര. കേരള പാണിനി AR രാജരാജവർമ്മ. ഓപ്ഷൻ എ ആണ്. 100ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ അക്ഷര തെറ്റുള്ള വാക്കേത്? ഏതാണ്? വിശ്വസ്തൻ. വിശ്വസ്തനാണ് അക്ഷര തെറ്റുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിലെ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് മലയാളത്തിന് ഇംഗ്ലീഷും കൂടി എത്ര മാർക്ക് ലഭിച്ചെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ എക്സാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.